ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിത്ത് ഉപയോഗിച്ചിട്ടാണ്. വിത്ത് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ വിത്ത് വെച്ചിട്ട് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വിത്ത് ഉപയോഗിച്ച് കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. കൂടെ പോയി എന്നെങ്ങനെ പറയാം? ഐ വെൻറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോയി. ഐ വെൻറ്റ് വിത്ത് ദം. പോയി എന്നുള്ളതാണ് വെൻറ്റ് ഉപയോഗിക്കുക കേട്ടോ. വിത്ത് പറഞ്ഞാൽ കൂടെ, ദം പറഞ്ഞാൽ അവരുടെ. ഐ വെൻറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോയി. അവരുടെ കൂടെ കളിച്ചു എന്നെങ്ങനെ പറയാം? ഐ പ്ലേഡ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ കളിച്ചു. ഐ പ്ലേഡ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ കളിച്ചു. പ്ലേ എന്ന് പറഞ്ഞാൽ കളിക്കുക, പ്ലേഡ് പറഞ്ഞാൽ കളിച്ചു. ഉറങ്ങി എന്നെങ്ങനെ പറയാം? ഐ സ്ലപ്റ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഉറങ്ങി. ഐ സ്ലപ്റ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഉറങ്ങി. സ്ലീപ്പിൻ്റെ പാസ്റ്റ് ടെൻസാണ് സ്ലപ്റ്റ് കേട്ടോ. അപ്പോൾ സ്ലീപ്പ്, സ്ലപ്റ്റ്, സ്ലപ്റ്റ്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഉറങ്ങി എന്നെങ്ങനെ പറയാം? ഐ സ്ലപ്റ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഉറങ്ങി. കൂടെ നീന്തി കളിച്ചു എന്നെങ്ങനെ പറയാ? കൂടെ നീന്തി കളിച്ചു എന്നെങ്ങനെ പറയാ? ഐ സാം വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ നീന്തി കളിച്ചു. സിമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് സാം. ഐ സാം വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ നീന്തി കളിച്ചു. കൂടെ പാടി എന്നെങ്ങനെ പറയാ? പാടി എന്നെങ്ങനെ പറയാ? ഐ സാങ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പാടി. സിംഗ് പറഞ്ഞാൽ പാടുക, സാങ് പറഞ്ഞാൽ പാടി എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. ഐ സാങ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പാടി. ഓടി എന്നെങ്ങനെ പറയാം? ഐ റാൻ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഓടി. റൺ പറഞ്ഞാൽ ഓടുക, റാൻ പറഞ്ഞാൽ ഓടി. ഐ റാൻ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ഓടി. അവരുടെ കൂടെ എക്സസൈസ് ചെയ്തു എന്നെങ്ങനെ പറയാം? ഐ എക്സസൈസ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ എക്സസൈസ് ചെയ്തു. ഐ എക്സസൈസ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ എക്സസൈസ് ചെയ്തു. അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു എന്നിങ്ങനെ പറയാം? ഐ ഷുഡ് ഹാവ് ഗോൺ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. ഐ ഷുഡ് ഹാവ് ഗോൺ വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോകേണ്ടതായിരുന്നു. ഗോ എന്ന് പറഞ്ഞാൽ പോകുക, ഗോൺ പറഞ്ഞാൽ പോവേണ്ടതായിരുന്നു, പോയി എന്നുള്ളതാണ്. എൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഗോൺ കേട്ടോ. ഗോ, വെൻറ്റ്, ഗോൺ. ഇവിടെ സിനിമ കാണുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് വാച്ചിങ് മൂവി വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ സിനിമ കാണുകയായിരുന്നു. ഐ വാസ് വാച്ചിങ്. വാച്ചിങ് എന്ന് പറഞ്ഞാൽ കാണുക, കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് വാച്ചിങ് എന്ന് പറയുക. വാച്ചിങ് മൂവി വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ സിനിമ കാണുകയായിരുന്നു. ജോലി ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ പറയാം? ഐ വാസ് വർക്കിംഗ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്യുകയായിരുന്നു. ഐ വാസ് വർക്കിംഗ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ ജോലി ചെയ്യുകയായിരുന്നു. പോയതുകൊണ്ട് വഴി തെറ്റിയില്ല എന്നിങ്ങനെ പറയാം? ഐ ഡിഡ് നോട്ട് ഗോ ആസ്ട്രേ ബിക്കോസ് ഐ വെൻറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോയതുകൊണ്ട് വഴി തെറ്റിയില്ല. ആസ്ട്രേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി തെറ്റുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഐ ഡിഡ് നോട്ട് ഗോ ആസ്ട്രേ ബിക്കോസ് ഐ വെൻറ്റ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പോയതുകൊണ്ട് വഴി തെറ്റിയില്ല. പാടിയതുകൊണ്ട് വഴി തെറ്റിയില്ല എന്നിങ്ങനെ പറയാം? ഐ ഡിഡ് നോട്ട് മിസ് എ ലൈൻ ബിക്കോസ് ഐ സാങ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പാടിയതുകൊണ്ട് വഴി തെറ്റിയില്ല. ഐ ഡിഡ് നോട്ട് മിസ് എ ലൈൻ ബിക്കോസ് ഐ സാങ് വിത്ത് ദം. ഞാൻ അവരുടെ കൂടെ പാടിയതുകൊണ്ട് വരി തെറ്റിയില്ല. കൂടെയുള്ളത് കൊണ്ട് പറയാൻ പറ്റിയില്ല. ഐ കാൺ ടെൽ ബിക്കോസ് ദേ ആർ വിത്ത് മീ. അവർ കൂടെയുള്ളത് കൊണ്ട് പറയാൻ പറ്റിയില്ല. ഐ കാൺ ടെൽ ബിക്കോസ് ദേ ആർ വിത്ത് മീ. അവർ കൂടെയുള്ളത് കൊണ്ട് പറയാൻ പറ്റിയില്ല. കൂടെ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാണ്ട് ടു ഗോ വിത്ത് ദം. എനിക്ക് അവരുടെ കൂടെ പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. വാണ്ട് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക. ഉണ്ടായിരുന്നിട്ട് എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം? ഈവൻ ദോ ഐ വാസ് വിത്ത് ദം.
ഐ വാസ് അഫ്രൈഡ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നിട്ടും എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ ആയിരുന്നിട്ട് എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയാം. ഈവൺ ദോ ഐ വാസ് വിത്ത് ദം ഐ വാസ് അഫ്രൈഡ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നിട്ടും എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഈവൺ ദോ ഐ വാസ് വിത്ത് ദം ഐ വാസ് അഫ്രൈഡ്. ഞാൻ അവരുടെ കൂടെ ആയിരുന്നിട്ടും എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പറയുന്ന പോലെ പറയുകയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.